ഞാനിപ്പോൾ അത് ഇവരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ വീണ്ടും പറയണമെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ മിണ്ടുന്ന ഈ നിമിഷം വരെ ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും ആരെങ്കിലും അങ്ങനൊരു വിഷയം എന്നോട് സംസാരിക്കുകയോ ഞാൻ തിരിച്ച് സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യങ്ങളിലുമെല്ലാം എപ്പോഴും ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ എൻ്റെ പേരിങ്ങനെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറഞ്ഞ് വരുന്നത് ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേന്ദ്രവും കേരളവും 10 വർഷം നമുക്ക് ഭരണമില്ലാതൊരു സമയത്ത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് തുറന്നു പറയാൻ കാണിക്കുന്ന എൻ്റെ നിലപാടിനോട് കാണിക്കുന്നൊരു സ്നേഹമായിട്ടായിരിക്കും ആ പേരങ്ങനെ വരുന്നത്. എനിക്കൊരു അംഗീകാരം കിട്ടുന്നത് പോലെ ഞാൻ കാണുന്നു. പക്ഷേ നേതൃത്വം അത് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പരാതികളില്ല. ഞാനൊരു അച്ചടക്കമുള്ള പ്രവർത്തകനായി 10-30 മണ്ഡലങ്ങളിൽ എനിക്ക് പറ്റുന്നിടത്തോളം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിന് പോകും. ഞാൻ അതെല്ലാ തവണയും പോയിട്ടുണ്ട്. ആവശ്യപ്പെട്ടാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും പറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടാൽ നിൽക്കാം. പക്ഷെ ഇല്ലെങ്കിലും പരാതിയില്ല. അല്ലാതെ അതൊരു ഞാനതിലൊരു ഭയങ്കര ഒബ്സസ്ഡ് ആണ് അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ആവശ്യപ്പെട്ടാൽ ആലോചിക്കാം, അല്ലെങ്കിൽ തയ്യാറാണ്. എന്നാൽ കിട്ടിയില്ലെങ്കിൽ, എന്നോട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലും ആവശ്യപ്പെട്ടില്ലെങ്കിലും എനിക്ക് പരാതിയില്ല. ഞാൻ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റുന്നത്രയും മണ്ഡലങ്ങളിൽ ഒരു പ്രവർത്തകനായിട്ട് ഞാൻ പ്രചരണത്തിന് പോകും. ഞാൻ അത് പറയാതിരുന്നോണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലല്ലോ. ഞാനത് പറയാതിരിക്കുന്നത് എന്തിനാ? ആണെങ്കിൽ അത് അങ്ങനെ പറയണ്ടല്ലോ. അപ്പം ഞാനായിട്ട് അത് പറയേണ്ട ആളുകൾ പറയേണ്ട സമയത്ത് ഞാനുമായിട്ട് കൂടെ സംസാരിച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കും. വാർത്ത ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു പ്രത്യേക വാർത്തയല്ല. അത് എല്ലാ തവണയും അങ്ങനെ കേൾക്കാറും കാണാറുമുണ്ട്. പാലക്കാട് എന്നുള്ളതല്ല. ഞാൻ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പാർട്ടിയിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ബോധ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത ഉള്ള ഒരാളെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ പ്രവർത്തനം കാണുമെന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമാണ്. അതുകൊണ്ട് അതൊരു ഏത് മണ്ഡലം